ഹലോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിന്നപ്പോഴാണ് കേട്ടോ നമുക്കിതാണ്ട് ഒരു പുതിയ കൊറിയർ വന്നിട്ടുണ്ടേ. സംഭവം എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, എൻ്റെ വീഡിയോസ് മുൻപ് തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓർഡർ ചെയ്ത ഓരോ പ്രൊഡക്ട്സും വന്നു തുടങ്ങി. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ്. സംഭവത്തിൻ്റെ വലിപ്പം കണ്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് പ്രൊഡക്റ്റ് എന്നൊക്കെ. അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. ഞാനിത് വാങ്ങിയത് മീഷോയിൽ നിന്നാണ് കേട്ടോ. ഇതെന്നല്ല, എല്ലാം തന്നെ വാങ്ങുന്നത് മീഷോയിൽ നിന്നാണ്. ഇപ്പം ചെറുതായിട്ട് എൻ്റെ ഫോണൊന്ന് താഴെ വീണേ, ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഓക്കെ, മീഷോയിൽ നിന്നാണ് ഞാൻ മിക്ക പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തേക്കുന്നത്. ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് മാത്രമേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൂ. അത് മീഷോയിൽ കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മീഷോയിൽ നിന്ന് വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കുന്നത്. കാരണം എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ കിട്ടിയപ്പം തന്നെ അൺബോക്സിങ് ചെയ്തു കേട്ടോ. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ മാത്രം മോശമൊന്നുമല്ല, നല്ലൊരിതാണ്. റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അല്ലാണ്ടൊക്കെ വാങ്ങണമെങ്കിൽ നല്ല റേറ്റാണ് കേട്ടോ. പക്ഷേ മീഷോയിൽ എനിക്കിത് ഒരുപാട് കുറഞ്ഞ റേറ്റിലാണ് കിട്ടിയത്. അപ്പോൾ സ്റ്റിച്ചിങ്ങോ ഇങ്ങനെ ആരി വർക്കോ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നവർക്ക് ഈ സ്റ്റാൻഡിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനപ്പോൾ ഇതിൻ്റെ ലിങ്കോ കോഡോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് തരാവേ. പിന്നെന്താ പറയുക, ഇതുപോലെ ഒത്തിരി പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ്, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ബേസിസ് ആയിട്ട് അവർ നമുക്ക് കുറേ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ കുറേ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം സ്റ്റിച്ചിങ്ങും ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സസും എൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ആൻഡ് എന്താ പറയുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇതിൽ ചെയ്തൊക്കെ നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്താണ് സംഭവം എന്ന്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇത് കണ്ടപ്പോഴുള്ള ഒരു സെറ്റപ്പൊക്കെ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് ഇതറിയാലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.